Dear students, today we are going to study the fourth chapter of social science, our government. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഒരു ഗവൺമെൻറ് എന്നുള്ളത്. നമ്മൾ വിവിധ രൂപത്തിലുള്ള ഗവൺമെൻറ്റുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യകാലത്ത് ലോകത്ത് നിലനിന്നിരുന്ന മൊണാർക്കി, രാജഭരണം, അതുപോലെ പട്ടാള ഭരണങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾ ഉണ്ട്. ഡിക്റ്റേറ്റർഷിപ്പ്, ഏകാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളുണ്ട്. റിലീജിയസ് റൂൾ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളുണ്ട്. അതുപോലെ ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളുമുണ്ട്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം. ആ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണ സവിശേഷതകളെ കുറിച്ച് ആണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. Can you identify these pictures? The first one is the Parliament building, which represents the legislature. It is here that the Parliament sessions are held. The second represents the executive and is the official residence of the President of India. The third is the Supreme Court complex, which represents the Indian judiciary. These three institutions are related to three organs of the government, namely legislature, executive, and judiciary. Legislature, executive, judiciary, ഇതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസ് എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചർ മേക്സ് ലോ, നിയമങ്ങൾ നിർമ്മിക്കുന്നത് ലെജിസ്ലേച്ചറാണ്. ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവാണ്, ഇംപ്ലിമെൻറ്റ്സ് ലോ. ആ നിയമങ്ങളെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ജുഡീഷ്യറിയുടെ ചുമതല. ഇങ്ങനെ 3 ഓർഗൻസ് കൂടിച്ചേരുന്നതാണ് നമ്മുടെ ഗവൺമെൻറ്. Let us analyze 3 organs of the government. The first one, legislature. Legislature consists of the President, Lok Sabha and Rajya Sabha. The second one, executive. Executive consists of Vice President, Prime Minister, Council of Ministers, bureaucracy. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഉദ്യോഗസ്ഥ വൃന്ദമാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. ലാസ്റ്റ് വൺ, ജുഡീഷ്യറി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഹൈ കോർട്ട്സ്, ഡിസ്ട്രിക്ട് കോർട്ട്സ്, സബ് കോർട്ട്സ്, മുനിസിപ്പൽ കോർട്ട്സ് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട്സ്, വേരിയസ് കോർട്ട്സ് ഇൻ ദ കൺട്രി. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ആർ ദ 3 ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ഈ 3 ഓർഗൻസിന്റെയും പ്രത്യേകതകളാണ്. ദ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ. ദ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ദ പാർലമെന്റ്. നിങ്ങൾ കേട്ടിരിക്കും പാർലമെന്റ് എന്ന്. ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ ആണ് പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. It consists of the President and the 2 houses, namely Rajya Sabha and Lok Sabha. The Rajya Sabha is known as the upper house and Lok Sabha is the lower house. Since it has 2 houses, it is known as bicameral legislature. നമ്മുടെ ലെജിസ്ലേച്ചർ അറിയപ്പെടുന്നത് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്നാണ്. കാരണം ഇതിന് 2 ഹൗസസ് ഉണ്ട്, ലോവർ ഹൗസ് ആൻഡ് അപ്പർ ഹൗസ്. എന്നാൽ ചില രാജ്യങ്ങളിൽ ഒറ്റ ഹൗസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത്തരത്തിൽ ഉള്ള രാഷ്ട്രങ്ങളെ യൂണിക്യാമറൽ ലെജിസ്ലേച്ചർ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾ എന്ന് പറയാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് 2 ഹൗസസ് ഉണ്ട്, ലോക്സഭ ആൻഡ് രാജ്യസഭ എന്ന്. രാജ്യസഭ അപ്പർ ഹൗസ് ആണ്, ലോക്സഭ ലോവർ ഹൗസ് ആണ്. അങ്ങനെ 2 ഹൗസസ് നിലനിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ലെജിസ്ലേച്ചർ അറിയപ്പെടുന്നത് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്നാണ്. ഇനി രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. രാജ്യസഭയിൽ 238 എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ. അതുപോലെ 12 നോമിനേറ്റഡ് മെമ്പേഴ്സ്, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന 12 മെമ്പേഴ്സ് ഉണ്ട്, ആകെ 250 പേര്. ദിസ് രാജ്യസഭ ഈസ് നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൂടാതെ ഇത് പെർമനൻ്റ് ഹൗസാണ്, സ്ഥിരമായ ഒരു സമിതിയാണ്. വൈസ് പ്രസിഡന്റ് പ്രിസൈഡ്സ് ഓവർ ദ സെഷൻസ്. രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും.
ഇതുപോലെ ലോക്സഭയുടെ പ്രത്യേകതകൾ നോക്കിയാൽ അവിടെ 543 ഡയറക്ട്ലി ഇലക്റ്റഡ് മെമ്പേഴ്സ്, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളുണ്ടായിരിക്കും. 2 മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ്, 2 നോമിനേറ്റഡ് അംഗങ്ങളുമുണ്ട്. ദിസ് ലോക്സഭ ഈസ് നോൺ ആസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് എലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 5 years. 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 5 വർഷം കഴിഞ്ഞാൽ ലോക്സഭ പിരിഞ്ഞു പോകും, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തും. ആൻഡ് ദിസ് ലോക്സഭ സെഷൻസ് പ്രിസൈഡഡ് ബൈ ദ സ്പീക്കർ. ലോക്സഭ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ ആയിരിക്കും. ഇതാണ് രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്രത്യേകതകൾ. Next, the functions of parliament. What are the functions of parliament? Legislation is the primary function of parliament. Legislation, നിയമനിർമ്മാണം. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് പാർലമെന്റിന്റെ ഏറ്റവും പരമപ്രധാനമായ ധർമ്മം എന്ന് പറയുന്നത്. To make a law, the approval of both the houses of the parliament is required. 2 ഹൗസസ് ഉണ്ടെന്ന് പറഞ്ഞു പാർലമെന്റിന്, രാജ്യസഭയും ലോക്സഭയും. ഈ 2 സഭയുടെയും അംഗീകാരം കിട്ടിയാൽ മാത്രമേ ഒരു നിയമം നമുക്ക് നിർമ്മിക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. എങ്ങനെയാണ് ഒരു നിയമം നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നിയമം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്? എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം ഈസ് നോൺ ആസ് എ ബിൽ. An ordinary bill can be introduced in either houses of the parliament. ഒരു നിയമം രൂപം കൊള്ളുന്നതിന് മുമ്പ്, നിയമം പാസ്സാക്കപ്പെടുന്നതിന് മുമ്പ് ആ നിയമം അറിയപ്പെടുന്നത്, ആ നിയമത്തിന്റെ ഡ്രാഫ്റ്റ് അറിയപ്പെടുന്നത് ബില്ല് എന്ന പേരിലാണ്. ഒരു ബില്ല് പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു ഹൗസിൽ അവതരിപ്പിക്കപ്പെടുന്നു. അത് രാജ്യസഭയിലാകാം, അല്ലെങ്കിൽ ലോക്സഭയിലാകാം. രാജ്യസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് രാജ്യസഭ പാസാക്കി അത് ലോക്സഭയിൽ എത്തുന്നു. ലോക്സഭയും അത് പാസാക്കി കഴിഞ്ഞാൽ അത് പ്രസിഡന്റിന്റെ മുന്നിലെത്തും. പ്രസിഡന്റ് അതിന് അപ്രൂവൽ നൽകുമ്പോൾ ആ ബില്ല് ഒരു ലോ ആയി മാറും, ഒരു നിയമമായി മാറും. ഇനി ലോക്സഭയിലാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിൽ ലോക്സഭ പാസാക്കി കഴിഞ്ഞ് അത് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു. രാജ്യസഭ പാസാക്കി കഴിഞ്ഞ് അത് പ്രസിഡന്റിന്റെ മുന്നിലെത്തുന്നു. പ്രസിഡന്റ് അപ്രൂവൽ നൽകുമ്പോൾ അത് ഒരു നിയമമായി മാറുന്നു. നിയമനിർമ്മാണത്തിന് ഈ ഘട്ടങ്ങളെ നമുക്ക് ഒന്നുകൂടി വിശദമായി മനസ്സിലാക്കാം. Here we can see the different stages of passing a bill. The house which considers the bill first is called the first house, and the house which considers it next is called the second house. An ordinary bill can be introduced in either house of the parliament. In both the houses, the bill passes through different stages. ഒരു ബില്ല് ആദ്യമായിട്ട് ഫസ്റ്റ് ഹൗസിൽ, അത് ലോക്സഭയാകാം രാജ്യസഭയാകാം, അവതരിപ്പിക്കുമ്പോൾ അതിന് ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് എന്നിങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ദ ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. സെക്കൻഡ് റീഡിംഗ്, ഈച്ച് ആൻഡ് എവരി ആർട്ടിക്കിൾ ഇൻക്ലൂഡഡ് ഇൻ ദ ബിൽ ഈസ് എയ്തർ പാസ്ഡ്, ചേഞ്ച്ഡ് ഓർ റിജക്റ്റഡ് ആഫ്റ്റർ ഡിസ്കഷൻ. ആ ബില്ലിൻ്റെ ഏതൊരു ഭാഗവും ചർച്ച ചെയ്യുന്നു, അത് പാസ്സാക്കാം, അതിൽ റിജക്റ്റ് ചെയ്യാം, അതിൽ മാറ്റങ്ങൾ വരുത്താം ചർച്ചകൾക്ക് വേണ്ടി. അതാണ് സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്. തേർഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ദ ബിൽ ആസ് എ ഹോൾ ഈസ് പാസ്ഡ് ഓർ റിജക്റ്റഡ്. ആ ബില്ല് മുഴുവനായും പാസ്സാക്കുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇത്തരത്തിൽ ഫസ്റ്റ് ഹൗസിൽ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും സെക്കൻഡ് ഹൗസിൽ അവതരിപ്പിക്കുന്നു. അവിടെയും ഇത്തരത്തിൽ ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് കഴിഞ്ഞ് അവിടെയും പാസ്സാക്കപ്പെട്ടാൽ പ്രസിഡന്റിൻ്റെ അപ്രൂവലിന് വേണ്ടി സമർപ്പിക്കുന്നു. പ്രസിഡന്റ് അതിന് അപ്രൂവൽ നൽകിയാൽ ആ ബില്ല് നിയമമായി മാറും. ഇതാണ് നിയമനിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. If there is a difference of opinion between the 2 houses, a joint sitting of both houses of the parliament is summoned and a decision is taken. ഇവിടെ ഏതെങ്കിലും ഒരു ഹൗസ് പാസ്സാക്കുകയും മറ്റൊരു ഹൗസ് പാസ്സാക്കാതിരിക്കുകയും ചെയ്താൽ ആ അവസരത്തിൽ ഇറ്റ് ഈസ് ദ പ്രസിഡന്റ് ഹൂ സമൺസ് ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ് ആൻഡ് എ ഡിസിഷൻ ഈസ് ടേക്കൺ. ഇറ്റ് ഈസ് ദ പ്രസിഡന്റ് ഹൂ സമൺസ് ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ്. പ്രസിഡൻ്റാണ് പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. വിച്ച് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ.
എന്നാൽ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ലോക്സഭ സ്പീക്കർ ആയിരിക്കും. സാധാരണ ബില്ലുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബില്ലിനെ കുറിച്ചാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. മണി ബിൽ, ധനകാര്യ ബില്ല്. ദ പ്രൊസീജിയർ ഓഫ് പാസിംഗ് എ മണി ബിൽ ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ആൻ ഓർഡിനറി ബിൽ. ഓർഡിനറി ബിൽ സാധാരണ ബിൽ പാസ്സാക്കുന്നത് പോലെയല്ല മണി ബില്ല് പാസ്സാക്കുന്നത്. വാട്ട് ഈസ് എ മണി ബിൽ? Any bill relating to the collection of revenue and expenditure from the consolidated fund can be termed as money bill. രാജ്യത്തില് വരുമാനം ലഭിക്കുന്നതിനും അതുപോലെ പണം ചെലവഴിക്കുന്നതിനും, നമ്മുടെ ഖജനാവിൽ നിന്നും പണം ചെലവഴിക്കുന്നതിനും നമുക്ക് ആവശ്യമായുള്ള പണം സമാഹരിക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ബില്ലിനെയാണ് മണി ബിൽ എന്ന് പറയുന്നത്. മണി ബില്ലിന്റെ പ്രത്യേകത, അത് അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ലോക്സഭയിലായിരിക്കും. ആദ്യം അവതരിപ്പിക്കുക ലോക്സഭയിലായിരിക്കും. നമുക്ക് ഓർഡിനറി ബില്ലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓർഡിനറി ബില്ല് എവിടെ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. എന്നാൽ ഒരു മണി ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലായിരിക്കും. ലോക്സഭ അത് പാസാക്കി രാജ്യസഭയിലേക്ക് അയക്കുന്നു. രാജ്യസഭ പാസാക്കിയാലും ഇല്ലെങ്കിലും മണി ബില്ല് പാസ്സായിരിക്കും. രാജ്യസഭ അതിന്റെ തീരുമാനം 14 ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ റെക്കമെൻഡേഷൻസ് നൽകണം. ആ ബില്ലുമായി, മണി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള രാജ്യസഭയുടെ റെക്കമെൻഡേഷൻസ് 14 ദിവസത്തിനുള്ളിൽ ലോക്സഭയ്ക്ക് നൽകണമെന്ന് ഉള്ളതാണ്. ഈ രാജ്യസഭയുടെ റെക്കമെൻഡേഷൻസ് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം ലോക്സഭയ്ക്ക്. ഇനി പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ദ ഫങ്ഷൻസ് ഓഫ് ദ പാർലമെന്റ് ദാറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് control over executive, electoral function and constitutional amendment function. എക്സിക്യൂട്ടീവിന് മേലുള്ള ലെജിസ്ലേച്ചറിൻ്റെ അധികാരത്തെയാണ് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പ്രധാനമായും ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, ഡെലിബറേറ്റിംഗ് വേരിയസ് ബിൽസ് ആൻഡ് റെസൊല്യൂഷൻസ്, പാസിംഗ് ഓർ റിജക്റ്റിംഗ് ദ നോ കോൺഫിഡൻസ് മോഷൻ. ഇലക്ടറൽ ഫങ്ഷൻസ്, പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നതിൽ പങ്കാളികളാകുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ടൈംലി അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. നമ്മുടെ ഭരണഘടനയിലെ പ്രൊവിഷൻസിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി പാർലമെൻറ്റിന് അധികാരമുണ്ടായിരിക്കും. ഇങ്ങനെ പാർലമെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്, ഇലക്ടറൽ ഫങ്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഫങ്ഷൻ എന്നിങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. യൂണിയൻ ഗവൺമെന്റിൻ്റെതുപോലെ തന്നെ സമാനമായ ഒരു സംവിധാനമാണ് സംസ്ഥാന തലത്തിലുമുള്ളത്, സ്റ്റേറ്റ് തലത്തിലുമുള്ളത്. സ്റ്റേറ്റിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും ഉണ്ട്. എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ? ഇൻ ഇന്ത്യ there are state legislature in all the states. They make laws on subjects that came under state government. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സും ബൈക്യാമറലുമുണ്ട്, യൂണിക്യാമറലുമുണ്ട്. ചില സ്റ്റേറ്റിൽ ഒറ്റ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ കാണുകയുള്ളൂ, അതിനെ യൂണിക്യാമറൽ എന്ന് പറയുന്നു. എന്നാൽ 2 ലെജിസ്ലേറ്റീവ് അസംബ്ലിയുള്ള സ്റ്റേറ്റുകളുണ്ട്. അത്തരം ലെജിസ്ലേറ്റീവ് അസംബ്ലികളെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നു. നമുക്കറിയാം കേരളത്തിൽ ഒറ്റ ലെജിസ്ലേറ്റീവ് അസംബ്ലിയേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിലേത് ഒരു യൂണിക്യാമറൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. ഇനി എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവിന്റെ അധികാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ നിർവഹിക്കുന്നത്, ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് ഉത്തരവാദിത്വം എക്സിക്യൂട്ടീവിനാണ്. ഇന്ത്യയിലെ എക്സിക്യൂട്ടീവിന്റെ തലവൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് കൂടാതെ മിനിസ്റ്റേഴ്സ് ഉണ്ട്, ബ്യൂറോക്രസി ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തെയാണ്. ആകെ ഗവൺമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയാണ് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രസിഡന്റിനെ കുറിച്ചാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അധികാരമുള്ള വ്യക്തിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ്. ദ പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. ഈ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ടറൽ കോളേജ് ആണ്. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ടറൽ കോളേജിൽ അംഗമായിട്ടുള്ളത് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി.
ഈ മെമ്പേഴ്സ് ആണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, രാജ്യസഭയിലെ തെരഞ്ഞെടുത്ത അംഗങ്ങൾ, ലോക്സഭയിലെ തെരഞ്ഞെടുത്ത അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുത്ത അംഗങ്ങൾ, ഇവർ ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ടറൽ കോളേജ്, അവരാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരുപാട് അധികാരങ്ങളുള്ള ഒരാളാണ് പ്രസിഡന്റ് എന്ന്. എന്നാൽ പ്രസിഡന്റ് ഈ അധികാരങ്ങൾ വിനിയോഗിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചായിരിക്കും. സ്വന്തം ഇഷ്ടപ്രകാരമല്ല. അതത് കാലത്ത് ഭരണം നടത്തുന്ന മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും പ്രസിഡന്റ് തന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുക. എന്തൊക്കെയാണ് പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്? ദ ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ്: appoint prime minister and other ministers. One of the important function of the president is that to appoint the prime minister and other ministers. നമ്മുടെ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ മന്ത്രിസഭയുണ്ടാക്കാൻ പ്രസിഡന്റ് ക്ഷണിക്കുന്നു. അങ്ങനെ ആ നേതാവിനെ പ്രധാനമന്ത്രിയായിട്ടും പ്രൈം മിനിസ്റ്ററായിട്ടും ആ പ്രൈം മിനിസ്റ്റർ പറയുന്നവരെ മറ്റു മിനിസ്റ്റേഴ്സ് ആയിട്ടും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. Then the second important function is appoint chief justice and judges of the Supreme Court. നമ്മുടെ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജസിനെയും നിയമിക്കുന്നതിനുള്ള ചുമതല, ഉത്തരവാദിത്വം പ്രസിഡന്റിനാണ്. Another function is to nominate 12 members of രാജ്യസഭ and 2 members of ലോക്സഭ. നമ്മൾ പറഞ്ഞു ലോക്സഭയിൽ 12 അംഗങ്ങളും രാജ്യസഭയിൽ 2 അംഗങ്ങളും നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരാണ്. ഇവരെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് പ്രസിഡന്റ് ആണ്. Then acts as the supreme commander of armed force. നമ്മുടെ രാജ്യത്തിന്റെ ആംഡ് ഫോഴ്സിന്റെ കര, നാവിക, വ്യോമസേനയുടെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ പാർലമെന്റ് പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. പാർലമെന്റ് ഒരു ബില്ല് പാസാക്കി അത് നിയമമാകണമെങ്കിൽ പ്രസിഡന്റിന്റെ അംഗീകാരമാണ്. To approve the bill passed by the parliament. That is another important function. Next, declare emergency in the country if needed. Declare emergency. രാജ്യത്ത് ചില അടിയന്തര ഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറുണ്ട്. അതിനുള്ള അധികാരവും ഇന്ത്യയിൽ പ്രസിഡന്റിന് തന്നെയാണ്. അതുപോലെ ടേക്ക് ഡിസിഷൻ ഓൺ മെഴ്സി പെറ്റീഷൻ. മെഴ്സി പെറ്റീഷൻ, ദയാഹർജി. നമ്മുടെ സുപ്രീം കോടതി വരെ നമുക്ക് അപ്പീൽ കൊടുക്കാം ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഉദാഹരണത്തിന് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കരുതുക ഒരു കോടതി. അയാൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ അപ്പീൽ നൽകാം. എന്നാൽ ഈ കോടതികളൊക്കെ ആ അപ്പീൽ തള്ളിക്കളഞ്ഞാലും അവസാനമായിട്ട് രാഷ്ട്രപതിക്ക് ഒരു ദയാഹർജി നൽകാൻ, മെഴ്സി പെറ്റീഷൻ നൽകാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് ആ ദയാഹർജി പരിഗണിക്കാം. ഇതെല്ലാം രാഷ്ട്രപതിയുടെ, പ്രസിഡന്റിന്റെ അധികാരങ്ങളാണ്. നെക്സ്റ്റ്, വൈസ് പ്രസിഡന്റ് ആണ്. Besides the president, India has a vice president as well. The vice president is also elected by an electoral college. As in the case of this president, this vice president is also elected by an electoral college. This electoral college consists of the members of Rajya Sabha and Lok Sabha. 5 വർഷത്തേക്കാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളാണ്. പ്രസിഡന്റിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ചുമതലകളും നിർവഹിക്കാൻ വൈസ് പ്രസിഡന്റിന് അധികാരമുണ്ട്. അതുപോലെ പ്രിസൈഡ്സ് ഓവർ ദ സെഷൻസ് ഓഫ് രാജ്യസഭ. രാജ്യസഭയിൽ സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ള യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അവിടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, ഡെപ്യൂട്ടി മിനിസ്റ്റർ ഉണ്ട്. അവരുടെയൊക്കെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The Union Council of Ministers work under the leadership of the Prime Minister. All the functions vested with the President are really exercised by the Council of Ministers, which consists of Cabinet Ministers, Ministers of State and Deputy Ministers. പ്രൈം മിനിസ്റ്ററെ സഹായിക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ദേ എക്സസൈസ് ദ ചാർജ് ഓഫ് മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. അവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇതാണ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഘടന.
ഇവിടെ ഏറ്റവും അധികം അധികാരങ്ങളുള്ളത് പ്രൈം മിനിസ്റ്ററിനാണ്. ഹീ ക്യാൻ ഇൻഫ്ലുവൻസ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. സം ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആർ ആക്ട്സ് ആസ് ദ ലീഡർ ഓഫ് ദ ലോക്സഭ. ലോക്സഭയുടെ ലീഡറാണ് പ്രൈം മിനിസ്റ്റർ. പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ് ഓഫ് ദ ക്യാബിനറ്റ്. മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. കോർഡിനേറ്റ്സ് ദ ഫങ്ഷൻസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നു. ഇൻഫോംസ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദ ക്യാബിനറ്റ്. മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രസിഡൻറ്റിനെ അറിയിക്കുന്നു. ഇങ്ങനെ വളരെയേറെ അധികാരങ്ങളുള്ള ഒരാളാണ് പ്രൈം മിനിസ്റ്റർ. സെൻട്രൽ എക്സിക്യൂട്ടീവിനെ പോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഈസ് ദ ഗവർണർ. Besides, the chief minister and other ministers also included in this state executive. Another important organ of the government is the judiciary. നീതി നിർവഹണ വിഭാഗം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വ്യക്തികൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലും ഇങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന സ്ഥാപനമാണ്, നീതി നിർവഹണം നടത്തുന്ന സ്ഥാപനമാണ് ജുഡീഷ്യറി. ബൈ പണിഷിംഗ് ദ ഗിൽറ്റി ആൻഡ് പ്രൊട്ടക്ടിംഗ് ദ ഇന്നസെൻസ്, ദ ജുഡീഷ്യറി ഇംപ്ലിമെന്റ്സ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ പ്രത്യേകത നോക്കാം. സുപ്രീം കോർട്ട്, ദ അപ്പെക്സ് കോർട്ട് ഇൻ ജൂറിസ്ഡിക്ഷൻ ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിൽ മൊത്തം അധികാരപരിധിയുള്ള കോടതികളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് സുപ്രീം കോർട്ട്. ദെൻ ഹൈക്കോർട്ട്സ്, ഹിയർ കേസസ് ദാറ്റ് അറൈസ് ഇൻ സ്റ്റേറ്റ്സ്. ഒരു സംസ്ഥാനത്തിനുള്ളിലുണ്ടാകുന്ന കേസുകൾ കേൾക്കുന്ന ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോർട്ട്. അതിന് താഴെ ഡിസ്ട്രിക്ട് കോർട്ട്സ്, ദാറ്റ് ഹിയർ കേസസ് ഇൻ ദ ഡിസ്ട്രിക്ട്സ്. ദെൻ സബ് കോർട്ട്സ്, മുൻസിഫ് കോർട്ട്സ് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട്സ്. ഓൾ ദീസ് ഹിയർ താലൂക്ക് ലെവൽ കേസസ്. We have seen that Supreme Court is the apex court in India. It consists of a Chief Justice and judges appointed by the President. At present, the Supreme Court has a Chief Justice and 30 judges. And the important cases considered by Supreme Court are cases relating to violation of fundamental rights, മൗലിക അവകാശങ്ങളുടെ നിഷേധം, അതുമായി ബന്ധപ്പെട്ട കേസ്. Cases that arise between state government and central governments. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അത് സുപ്രീം കോടതി പരിഗണിക്കുന്നു. ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കം. കേസസ് ദാറ്റ് റിക്വയർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ഭരണഘടനാപരമായ വ്യാഖ്യാനം ആവശ്യമായി വരുന്ന കേസസ്. അപ്പീൽ കേസസ് ഫ്രം ഹൈക്കോർട്ട്, ഹൈക്കോർട്ടുകളിൽ നിന്നും വരുന്ന അപ്പീൽ കേസസ്, ഇതും സുപ്രീം കോടതി പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് താഴെ ഹൈക്കോർട്ടുകളാണ്. ഹൈക്കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ എ സ്റ്റേറ്റ്. ദ ഹൈക്കോർട്ട് കൺസിസ്റ്റ് ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് സച്ച് അതർ ജഡ്ജസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ്. ഇറ്റ് സൂപ്പർവൈസസ് ദ വർക്കിംഗ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്ട്സ് ആൻഡ് അതർ സബോർഡിനേറ്റ് കോർട്ട്സ്. ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ, അധികാരപരിധി എന്ന് പറയുന്നത് ഗീവ് വേർഡിക്ട്സ് ഓൺ കേസസ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശ നിഷേധവുമായി വരുന്ന കേസുകളിൽ വിധി പറയുക. ഹിയർ സിവിൽ ആൻഡ് ക്രിമിനൽ അപ്പീൽ കേസസ് ഫ്രം ലോവർ കോർട്ട്സ്, ലോവർ കോർട്ട്സിൽ നിന്നും വരുന്ന അപ്പീൽ കേസസ് കേൾക്കുക. ഇൻ്റർപ്രിറ്റ്സ് ലോസ് പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ അത് വ്യാഖ്യാനിക്കുക. ഇതൊക്കെ ഹൈക്കോർട്ട്സിൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി സബോർഡിനേറ്റ് കോർട്ട്സ് ആണ്. സബോർഡിനേറ്റ് കോർട്ട്സ് കൺസിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്ട്സ്, സബ് കോർട്ട്സ്, മുൻസിഫ് കോർട്ട്സ് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട്സ്. They give verdicts on civil and criminal cases. You have now learned about the three organs of the government: legislature, executive and judiciary. Government becomes effective only when these three organs work together with mutual respect and in accordance with the constitutional provisions. Our government എന്ന അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്.